ആഖിറത്തിനെ വെച്ച് നോക്കിയാൽ ഈ ദുനിയ ഒരു വളരെ കുറച്ചു കാലം മാത്രം ആസ്വദിക്കാനുള്ള ഒരു വിഭവം മാത്രമാണ്, തീർന്നു പോകുന്നതാണ്. പക്ഷെ ഇത് ദാറു അമലാണ്, അമലിന്റെ ലോകം ഇതാണ്. ഇവിടുന്ന് പോയാൽ പിന്നെ അമലില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد فأيها الإخوة, നിസ്കാരത്തിൽ സഫ് ശരിയാക്കുക എന്നത് നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഫ് ശരിയാക്കുക എന്നത് മിൻ തമാമി സ്വലാഹ്, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. നിസ്കാരം അതിന്റെ പൂർണ്ണത എത്തുന്നത് ജമാഅത്തായുള്ള നിസ്കാരം സഫ് ശരിയായാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും. അല്ലാഹു ആണ്, നിങ്ങൾ സഫ് ശരിയാക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കൽബുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. പുറമേക്ക് ചെയ്യുന്ന അമലുകൾ ഉള്ളിൽ സ്വാധീനം ചെലുത്തും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സഫ് എങ്ങനെയാണ് ശരിയാക്കേണ്ടത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം, വകാന അഹദുനാ യുൽസിഖു منكبه بمنكب صاحبه وقدمه بقدمه. ഞങ്ങളിൽ ഒരാൾ അഥവാ സഹാബിമാർ ഞങ്ങൾ പരസ്പരം ചുമലുകളും കാലുകളും അടുത്തുള്ള ആളോട് ചേർത്ത് വെക്കുമായിരുന്നു, ഒട്ടിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ ചുമലുകളും കാലുകളും ചേർത്ത് വെക്കണം. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് സഫ് വളയാതിരുന്നാൽ മതി എന്നാണ്. ചിലർ മനസ്സിലാക്കിയിട്ടുള്ളതാകട്ടെ ചുമലുകൾ പരസ്പരം മുട്ടിയാൽ മതി എന്നാണ്. അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദഅ ഫുറുജാത്തിൻ ലിശ്ശൈത്താൻ. ശൈത്താന് നിങ്ങൾ വിടവുകൾ വച്ചേക്കരുത്, ശൈത്താന് വേണ്ടി വിടവുകൾ വെക്കരുത്. അവിടെ ശൈത്താൻ കയറി നിൽക്കുമെന്നാണ്. അപ്പോ ചുമലുകൾ മാത്രം ചേർത്താൽ മതി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാലുകളും ചേർത്ത് വെക്കണം, ചുമലുകളും ചേർത്ത് വെക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ ഫദ്ൽ, ശ്രേഷ്ഠത പറഞ്ഞ ഹദീസുകൾ കാണാം. അത് ചെയ്യാത്തവരെ കടുത്ത ഭാഷയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചത് കാണാം. അതിൽപ്പെട്ട ഹദീസാൻ മൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. ആരെങ്കിലും ഒരു സഫ് ചേർത്താൽ അള്ളാഹു അവനെ ചേർക്കും, ആരെങ്കിലും ഒരു സഫ് മുറിച്ചാൽ അള്ളാഹു അവനെ മുറിക്കും. എന്ത് നഷ്ടമാണുള്ളത്? തൻ്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്ന മുസ്ലിമായ തൻ്റെ സഹോദരന്റെ കാലുകളോട് കാലുകൾ ചേർത്ത് വെച്ചാൽ എന്ത് നഷ്ടമാണുള്ളത്? അവന്റെ ചുമലുകളോട് ചുമലുകൾ ചേർത്ത് വെച്ചാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നന്നായി അത് ശ്രദ്ധിക്കുക. ചില ആളുകളാകട്ടെ ഇപ്പൊ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, വളരെ കടുത്ത ചില കാര്യങ്ങളും കൊണ്ടുവരുന്ന ചില ആളുകൾ. അവർക്കുള്ളതാണിപ്പോ കാലുമ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു. നഊദു ബില്ലാഹ്. ശത്രുവിന്റെ ആശയമായി അവരത് ചിത്രീകരിക്കുന്നു. ആരാണ് നിങ്ങളുടെ ശത്രു? അള്ളാഹുവിന്റെ റസൂലാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുത്തെ റസൂലിന്റെ സഹാബത്താണോ റളിയല്ലാഹു അൻഹും? അവർ പഠിപ്പിച്ചതാണ് പരസ്പരം കാലുകൾ ചേർത്ത് വെക്കാൻ, പരസ്പരം ചുമലുകൾ ചേർത്ത് വെക്കാൻ.
ഇതിന്റെ അപകടം, ഈ വാക്കിന്റെ അപകടം എന്താണ്? ഒരു കാര്യം ഞങ്ങളുടെ എതിർ ടീമിന്റെ വാദമാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ്? ആളുകൾ പിന്നെ വാശിയോടെ അത് ഉപേക്ഷിക്കും. ചേർത്ത് വെക്കാന്നുള്ളത് എന്ത് കാര്യമാകട്ടെ, ഒരു ഖൈർ അത് എതിർപക്ഷത്തിന്റെ ആശയമായി ജനങ്ങളെ പഠിപ്പിക്കാൻ നിന്നാൽ, ജനങ്ങളോട് പറയാൻ നിന്നാൽ സുബ്ഹാനല്ലാഹ് ആളുകൾ വാശിയാണ്, പിന്നെ അത് ഉപേക്ഷിക്കും. ഹക്കിനോട് വാശി കാണിക്കുക എന്നുള്ളതാണ് കിബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കിബ്റു ബതറുൽ ഹഖ് വഗംതുൻ നാസ്. ഹക്ക് അതിനോട് എതിർപ്പ് കാണിക്കുക, അതുപോലെ ജനങ്ങളെ നിന്ദ്യരായി കാണുക, അവരെ ചെറുതാക്കി കാണുക, അതാണ് കിബർ. പുറമേക്ക് എത്ര 100 വോൾട്ടിന്റെ ചിരി ചിരിച്ചിട്ടും കാര്യമില്ല, എത്ര വിനയമുണ്ടെന്ന് നടിച്ചിട്ടും കാര്യമില്ല. ഹക്ക് നിഷേധിക്കുക അത് കിബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മൾ സ്വീകരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അമൽ നമ്മൾ സ്വീകരിക്കുക. കാരണം ഒരുത്തൻ മുറിച്ചാൽ ആ സഫ് ഒന്നാകെ മുറിയുകയാണ്, ഒരാൾ മുറിച്ചാൽ സഫ് ഒന്നാകെ മുറിയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കാലുകളും ചുമലുകളും ചേർത്ത് വെക്കേണ്ടത്? 5 നേരം അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന ഒരു അമലാണ്. അതിൽ അവനവന്റെ കാലുകൾ എങ്ങനെ വെക്കണം എന്നുപോലും അറിയാതിരിക്കുക എന്നുള്ളത് സഹോദര ചിന്തിച്ചു നോക്കി, എത്ര പരിതാപകരമായ കാര്യമാണ്, എത്ര മോശമായ കാര്യമാണ്. ദുനിയാവിന്റെ കാര്യങ്ങളിൽ വലിയ വലിയ സാമർഥ്യമുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാലുകൾ രണ്ടും ഖിബലക്ക് നേരെയാക്കി വെക്കുക, വി ഷേപ്പിൽ ഇങ്ങനെ ഇരുവശത്തേക്ക് ചെരിച്ചു വെക്കാതിരിക്കുക. അവനവന്റെ കാലുകൾ വിരലുകളെല്ലാം ഖിബലക്ക് നേരെ വരുന്ന രൂപത്തിൽ പരമാവധി നേരെ വെക്കുക. അതുപോലെ കാലുകൾ വല്ലാതെ വിടർത്തി വെക്കാതിരിക്കുക. വല്ലാതെ അവനവന്റെ കാലുകൾ വിടർത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? അടുത്തുള്ള ആളോട് കാലുകളെ മുട്ടുകയുള്ളൂ, ചുമലുകൾ മുട്ടുകയില്ല. വല്ലാതെ വിടർത്തി വെച്ചാൽ ഇപ്പൊ നമ്മളെ കാലുകൾ നമ്മുടെ ശരീരത്തിന് കണക്കായി അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പൊ അതാണ് പറയുന്നത്, എല്ലാവരും വിചാരിക്കണം സഫ് ശരിയാകാൻ. സഫിലെ കുറച്ചാളുകൾ ശരിയാക്കാതിരുന്നാൽ സഫ് ശരിയാവുകയില്ല. കാരണം നമ്മൾ അടുത്തുള്ള ആൾ കാല് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് നമ്മളെ കാല് വിടർത്തി വെക്കാൻ നിന്നാൽ ചുമല് മുട്ടുകയില്ല. നമ്മളെ നൃത്തം തന്നെ ഒരു ഫസാദിലായി പോകും. മര്യാദക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയൂല, കുറേ സമയം നിൽക്കാൻ കഴിയൂല. ഖിറാഅത്ത് കേട്ട് ഒരു സക്കീനത്തോടെ നിൽക്കാൻ കഴിയില്ല, ക്ഷീണം ഉണ്ടാവും, കാല് വേദന എടുക്കും, ചുമല് വേദന എടുക്കും, ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനിക്കും നേരെ നിന്നില്ലെങ്കിൽ. അതിനെല്ലാവരും വിചാരിക്കണം. എങ്ങനെയാണ് സഫ് അടുപ്പിക്കേണ്ടത്? ഇമാമിനോട് അടുപ്പിച്ചാണ് അടുപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവർ, ഈ ഭാഗത്ത് നിൽക്കുന്നവർ, അഥവാ ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവർ എങ്ങോട്ടാണ് അടുപ്പിച്ച് നിൽക്കേണ്ടത്? അവരുടെ അടുത്ത ഭാഗത്തേക്ക്, ഇങ്ങോട്ടിങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങോട്ട് പോയിട്ട് ആളുകൾ അങ്ങോട്ട് വിൽക്കലല്ല. അപ്പൊ സഫ് മുറിയും, ഇങ്ങോട്ട് വരിക, ഈ ഭാഗത്തേക്ക് വരിക. ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നവർ, ഈ ഭാഗത്ത് നിൽക്കുന്നവർ അവരവരുടെ വലത്തോട്ടൊക്കെയാണ് അടുപ്പിക്കേണ്ടത്. അപ്പൊ ഒരാൾ പുതുതായി സഫിലേക്ക് വന്നാൽ അവന്റെ ബാധ്യതയാണ് എന്ത്? നിൽക്കുന്ന ആളോട് ചേർത്ത് വെക്കാന്നല്ലോ. അങ്ങോട്ട് പോയി എന്നിട്ട് ആദ്യമേ ഉണ്ടായ ആൾ അങ്ങോട്ട് അവനിലേക്ക് അടുക്കുകയല്ല, മറിച്ച് വരുന്ന ആൾ എന്ത് ചെയ്യണം? വന്ന ആളുടെ കാലുകളോട് തന്റെ കാലുകൾ ചേർത്ത് വെക്കുക. ചുമലുകൾ പരസ്പരം മുട്ടണമെങ്കിൽ നമ്മുടെ കാലുകൾ പരസ്പരം അടുപ്പിച്ചു വെക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അതനുസരിക്കുന്നതിലാണ് എല്ലാ ഖൈറുമുള്ളത്. അള്ളാഹു അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് അയച്ചിട്ടുള്ളത് അനുസരിക്കാനാണ്. നമ്മുടെ ഇബാദത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവരും സഫിന്റെ കാര്യം വളരെ നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ ജിന്നിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുന്നതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. وأنا كنا نقعد منها مقاعد للسمع فمن يستمع الآن يجد له شهابا رصدا وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا وأنا كنا نقعد منها ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു അവിടെ, അഥവാ ആകാശത്ത്. മഖാഇദ ചില ഇരിപ്പിടങ്ങളിൽ, ചില സ്ഥലത്ത് ഇരിക്കാറുണ്ടായിരുന്നു. ലിസ്സമ കേൾക്കാൻ വേണ്ടി, അഥവാ മലായിക്കത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി ജിന്നുകളായ ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു. ഫമൻ യസ്തമിഇൽ ആന, എന്നാൽ ഇപ്പോൾ ആരാണോ ശ്രദ്ധിച്ചു കേട്ടത്, യജിദ് ലഹു അവൻ കാണും
അവന് നേരെ വരുന്നതായി ഷിഹാബൻ ഒരു തീപ്പന്തം, റസദൻ റസദൻ എന്നാൽ അവന് വേണ്ടി തയ്യാറായ, അവന്റെ പിന്നാലെ പോകുന്ന, അവൻ എങ്ങോട്ടാണോ നീങ്ങുന്നത് അങ്ങോട്ട് നീങ്ങുന്ന, അതാണ് റസദൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഏറല്ല, മറിച്ച് അവരെവിടെയാണ് ഉള്ളത് അവിടത്തേക്ക് തന്നെ വരും, അങ്ങോട്ട് നീങ്ങിയാൽ അങ്ങോട്ടേക്ക് വരും. അപ്പൊ അത് തട്ടാതെ പോവുകയില്ല. അതുകൊണ്ടാണ് റസദൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താണ് കാര്യം? അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഏറ് ഖുർആനിന്റെ അവതരണത്തോടെ അള്ളാഹു അത് വളരെ അധികമാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഈ ജിന്നുകൾ പറയുന്നു, അത് അവർ പറഞ്ഞത് അള്ളാഹു നമ്മോട് പറയുന്നു, വഅന്നാ ലാ നദ്രി അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദി അം അറാദ ബിഹിം റബ്ബുഹും റശദ. വഅന്നാ ലാ നദ്രി, ഞങ്ങൾ, ലാ നദ്രി ഞങ്ങൾക്കറിയില്ല, ലാ നദ്രി ഞങ്ങൾക്കറിയില്ല, അശർറുൻ അശർറുൻ അതായത് ഷർറാണോ, ഉരീദ ഉദ്ദേശിക്കപ്പെട്ടത്, ബിമൻ ഫിൽ അർദി ഭൂമിയിലുള്ളവർക്ക് ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല. അം അതല്ല, അറാദ ബിഹിം റബ്ബുഹും റശദ, അറാദ ബിഹിം അവർക്ക് ഉദ്ദേശിച്ചത്, റബ്ബുഹും അവരുടെ റബ്ബ്, റശദൻ അഥവാ ഖൈറൻ നന്മയാണോ അവർക്ക് അവരുടെ റബ്ബ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഭൂമിയിലുള്ളവർക്ക് ഷർറാണോ അഥവാ മോശമാണോ ഉദ്ദേശിക്കപ്പെട്ടത്, അതല്ല അവരുടെ റബ്ബ് അവർക്ക് ഖൈറാണോ ഉദ്ദേശിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോ ഇതാ ഗൈബ് അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും തന്നെ ഗൈബ് അറിയുകയില്ല. വമാ യശ്ഉറൂന അവർക്കറിയില്ല, അയ്യാന യുബഅസൂൻ എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, അള്ളാഹു അവരെപ്പോ വീണ്ടും ജീവിപ്പിക്കും, ആർക്കും അറിയില്ല. അപ്പോ ശൈത്താന്മാർക്ക് ഗൈബ് അറിയാം എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. ഇല്ല, ഒരാൾക്കും ഗൈബ് അറിയുകയില്ല. മനുഷ്യൻ അറിയാത്തത് ചിലത് ശൈത്താൻ അറിയും. എന്താ കാരണം? അവൻ മനുഷ്യനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അവൻ ചില സ്ഥലത്ത് ഉണ്ടാകുന്നത് മനുഷ്യൻ കാണുകയില്ല. ജിന്നുവർഗത്തിന്റെ പ്രത്യേകതയാണ് അത്. ഗൈബല്ല, പക്ഷെ അവർക്കറിയുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അവർ മനുഷ്യരെ പറ്റിക്കുന്നത്. ജ്യോത്സ്യന്മാർക്ക് അവർ അത് പറഞ്ഞു കൊടുക്കും, ജ്യോത്സ്യന്മാരാകട്ടെ അത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കും. ഈ ഇൽമുൽ ഗൈബ് വാദിച്ച, തനിക്ക് അദൃശ്യം അറിയാമെന്ന് വാദിച്ച ജ്യോത്സ്യൻ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവന്റെ അടുത്തേക്ക് പോയി അത് വിശ്വസിച്ചവനും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, കാഫിറായി പോയി. അതിനുവേണ്ടിയാണ് ശൈത്താൻ ഇത് ചെയ്യുന്നത്. അത് ഗൈബല്ല, അത് ഗൈബല്ല. തങ്ങളുടെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു പോയ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ട് ഒരുപാട് നാളായി എന്നതുപോലെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബി വടി ഇങ്ങനെ പിടിച്ച് നിന്ന് ഈ ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു. അവരെ കൊണ്ട് മസ്ജിദുൽ അഖ്സ അതിന്റെ നിർമ്മാണമാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പണിയെടുപ്പിക്കണം. അവരിൽ ബന്ന ഉണ്ട്. ബന്ന ആരാണ്? ബന്ന കെട്ടിടം നിർമ്മാണ തൊഴിലാളിയാണ്, കെട്ടിടം ഉണ്ടാക്കുന്ന ആളാണ് ബന്ന. ഗവാസാണ് വെള്ളത്തിൽ മുങ്ങുന്ന ജിന്നുകളുണ്ട്. ഇവരൊക്കെ അള്ളാഹു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ പണിയെടുക്കുന്നു. സുലൈമാൻ നബി നോക്കുമ്പോൾ സുലൈമാൻ നബി പേടിച്ചിങ്ങനെ പണിയെടുക്കുകയാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, എന്നാൽ സുലൈമാൻ നബി മരണപ്പെട്ടപ്പോൾ മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതഹ ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. അവർക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു പോയി എന്ന് മനസ്സിലായില്ല. അവരത് അറിയിച്ചത് ആരാണ്? ദാബത്തുൽ അർദ്, ചിതലാണ്. തഅകുലു മിൻ സഅതഹ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി തിന്ന ചിതലാണ് അവിടുത്തെ മരണം അവരെ അറിയിച്ചത്. അലമ്മ ഖറ, ഊന്നി നിന്ന വടി ചെതല് തിന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണു. തബയ്യനത്തിൽ ജിന്നു, അപ്പോൾ ജിന്നുകൾക്ക് മനസ്സിലായി, അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, ഗൈബ് അറിയാമായിരുന്നുവെങ്കിൽ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല. ഇത്ര ആള് സുലൈമാൻ നബിയെ പേടിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. പക്ഷെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആകട്ടെ നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർദി
അജ്സാദൽ അംബിയ. അള്ളാഹു മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു നബിമാരുടെ ശരീരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബിമാരുടെ ശരീരം ചീഞ്ഞു പോവുകയില്ല അവരുടെ മരണത്തിന് ശേഷം. അള്ളാഹുവിന്റെ അംബിയായിന് കൊടുത്തിട്ടൊരു പ്രത്യേകതയാണ്. അപ്പൊ അവർക്ക് മനസ്സിലായത് ഇങ്ങനെ മാത്രമാണ്. വടിയാണ് ചെതലുന്നത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരമല്ല വടി. അവർ ഗൈബ് അറിയുകയില്ല. അവർ തന്നെ ഇതാ പറയുന്നു ഞങ്ങൾക്കറിയില്ല. പക്ഷെ പല ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇവർക്ക് ഗൈബ് അറിയാമെന്നാണ്. അവരുടെ ഇബാദ് ശൈത്താന്റെ അബ്ദായി ജീവിക്കുന്നവരാണ് ജ്യോത്സ്യന്മാർ, ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന തങ്ങന്മാർ, അതുപോലുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയല്ല അവർ, ശൈത്താന്റെ വലിയാണ്. അള്ളാഹുവിനല്ലാതെ ഗൈബ് അറിയുകയില്ല. ഏതെങ്കിലും ഒരുവൻ നമുക്ക് ഗൈബാണെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം അറിയാമെന്ന് വാദിക്കുകയും എന്നിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത്രയും വലിയ ശൈത്താനിയത്താണ് അവനിലുള്ളത് എന്ന്. അള്ളാഹുവിന്റെ വലായത്തല്ല അവനിലുള്ളത്, മറിച്ച് അവനിലുള്ളത് ശൈത്താന്റെ വലായത്താണ്. ശൈത്താന്റെ വലിയാണ് അവൻ. അതുകൊണ്ടാണ് മുഅ്മിൻ ഇങ്ങനെയുള്ള ഒരു ചെപ്പടി വിദ്യയിലും വീണുപോവുകയില്ല. മസീഹുദ് ദജ്ജാൽ അവന്റെ അത്ഭുതങ്ങളിൽ മുഅ്മിൻ വീണുപോവുകയില്ല. ഇത്ര അത്ഭുതങ്ങളോ നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ അതല്ല ദീൻ. ദീൻ എന്നാൽ മാ ഖാല അല്ലാഹു വഖാല റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ദീൻ. ജിന്നുകൾ പറയുന്നു അന്നാ ലാ നദ്രി, ഞങ്ങൾക്കറിയില്ല, അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് ഷർറാണോ ഉദ്ദേശിക്കപ്പെട്ടത്, അം അറാദ ബിഹിം റബ്ബുഹും റശദ, അതല്ല അവരുടെ റബ്ബ് അവർക്ക് റഷദാണോ അഥവാ ഖൈറാണോ ഉദ്ദേശിച്ചത്. ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, വഹാദാ മിൻ അദബിഹിം ഫിൽ ഇബാറ, ജിന്നുകൾ പറഞ്ഞ ഈ വാക്ക് അവരുടെ അദബ് തെളിയിക്കുന്ന ഒരു വാക്കാണ്. ഈ വാക്കിൽ അവരുടെ അദബുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഹൈസു അസ്നദു ശർറ ഇല ഗൈരി ഫാഇലിൻ, ഷർറ് അവർ ഫാഇലിലേക്ക് ചേർത്തിയില്ല. ആരാണോ ഷർറ് ഉണ്ടാക്കിയത് അവനിലേക്ക് ചേർത്തി പറഞ്ഞില്ല. നമുക്കറിയാം ഈമാനിൽ 6ാമത്തെ കാര്യമാണ് അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കൽ, അതിലെ ഖൈറിലും ഷർറിലും രണ്ടും അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ടാണ്. പക്ഷേ അള്ളാഹുവിനോടുള്ള അദബാണ് ഷർറ് അവനിലേക്ക് ചേർത്തി പറയാതിരിക്കുക എന്നത്. ഷർറൊന്നും തന്നെ അവനിലേക്ക് ചേർത്തി പറയാതിരിക്കുക. കാരണം ഷർറൊന്നും ഷർറല്ല, ഷർറൊന്നും യഥാർത്ഥത്തിൽ ഷർറല്ല. അത് ചില ഭാഗത്ത് മാത്രമേ അത് ഷർറുള്ളൂ. ആത്യന്തികമായി അള്ളാഹുവിന്റെ ഏത് കാര്യവും ഖൈറാണ്, ഏതും ഖൈറാണ്. അവൻ ഷർറൊന്നും ചെയ്തിട്ടില്ല, അവൻ ചെയ്തത് മുഴുവൻ ഖൈറാണ്. ചില രൂപത്തിൽ അത് ഷർറാണ് എന്ന് മാത്രം, പക്ഷെ അതിന്റെ പിന്നിൽ ഖൈറുണ്ട്. അവർ എന്തു പറഞ്ഞു? ഷർറിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉരീദ എന്ന് പറഞ്ഞു, ഉദ്ദേശിക്കപ്പെട്ടത് ഷർറാണ് ഉദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ഖൈറിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അറാദ ബിഹിം റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് അവർക്ക് റഷദാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. അപ്പോ ഫതഹ തുറന്നു. അപ്പൊ അവരുടെ ഒരു ഫായിലുണ്ട്, തുറന്നൊരാളുണ്ട്. ഫുത്തിഹ എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടു. ഒരാളെ പറയാതിരിക്കുമ്പോഴാണ് ഫുത്തിഹ ഉപയോഗിക്കുക. ആളെ പറയുമ്പോൾ ഫതഹ ഉപയോഗിക്കും. ആളെ പറയുന്നുണ്ടെങ്കിൽ, തുറന്ന ആളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഫതഹ പറയും, തുറന്ന ആളെ പറയുന്നില്ലെങ്കിൽ ഫുത്തിഹ എന്ന് പറയും. അതുപോലെ തന്നെ അറാദ ഉദ്ദേശിച്ചു, ഉരീദ ഉദ്ദേശിക്കപ്പെട്ടു. വൽ ഖൈറു അദാഫൂഹു ഇലല്ലാഹി അസ്സ വജൽ, ഷർറ് അവർ ഫായിലിലേക്ക് ചേർത്തിയില്ല, അത് ചെയ്ത ആളിലേക്ക് ചേർത്തിയില്ല. എന്നാൽ ഖൈറിനെ ആകട്ടെ അവരെന്ത് ചെയ്തു? ഖൈറിനെ അവർ അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞു. എങ്ങനെയാണ് ചേർത്തി പറഞ്ഞത്? ഏത് വാക്കിലാ? അം അറാദ ബിഹിം റബ്ബുഹും റശദ, അം അറാദ ബിഹിം റബ്ബുഹും റശദ. ഷർറിനെ കുറിച്ച് പറഞ്ഞപ്പോ അശർറുൻ ഉരീദ ബിമൻ ഫിൽ അർദ് അം അറാദ ബിഹിം റബ്ബുഹും റശദ. വഖദ് വറദ ഫി സ്വഹീഹ്, സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു സഹീഹ് ബുഖാരിയിലോ മുസ്ലിമിലോ വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയിൽ വന്നിട്ടുണ്ട്. എന്താണത്? വശർറു ലൈസ ഇലൈക്, അല്ലാഹുവേ ഷർറ് നിന്നിലേക്കുള്ളതല്ല, നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല ഷർറ്. അപ്പോ മുസ്ലിമീങ്ങളായ ഈ ജിന്നുകളുടെ അദബ് നമുക്കിതിൽ കാണാം. നമ്മളും അങ്ങനെ തന്നെയാണ്. പറയുമ്പോൾ ഷർറൊന്നും അള്ളാഹുവിലേക്ക് ചേർത്തി പറയും, ഖൈർ മാത്രം റബ്ബിലേക്ക് ചേർത്തി പറയും, ഖൈർ മാത്രം റബ്ബിലേക്ക് ചേർത്തി പറയും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ കേട്ടിട്ടില്ലേ നിങ്ങൾ? അള്ളാഹിനെ കുറിച്ചുള്ള വിശേഷിപ്പിക്കൽ കേട്ടിട്ടില്ലേ? എന്താണ്? അല്ലദീ ഹുവ യുമീതുനി, അവനാണ് എന്നെ
ജീവിപ്പിക്കുന്നത്, എന്നെ മരിപ്പിക്കുന്നത്. അവനാണ് എനിക്ക് യുത്ഇമുനി വയസ്തീൻ, എനിക്ക് ഭക്ഷണം തരുന്നത്, വെള്ളം തരുന്നത്, എന്നെ കുടിപ്പിക്കുന്നത്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ തരുന്നതും ആരാണ്? റബ്ബാണ്. എന്നെ രോഗിയാക്കുന്നതും അവനാണ്, ശിഫ തരുന്നതും അവനാണെന്നല്ലല്ലോ പറഞ്ഞ്. ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, ചില ഖതീബുമാർ. റബ്ബേ, രോഗം തരുന്നവനും നീയാണ്, ശിഫ തരുന്നവനും നീയാണ്, അതുകൊണ്ട് ശിഫ തരണേ. അത് അദബല്ല. മറിച്ച് അദബ് എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അള്ളാഹുവിന്റെ ഖദറാണ് രോഗം. പക്ഷേ ചേർത്തി അവനിലേക്ക് പറയാതിരിക്കുക എന്നത് റബ്ബിനോടുള്ള അദബാണ്. സുബ്ഹാനഹു വ തആല. അടുത്ത ആയത്ത് ഇവർ പറയുന്നു വഅന്നാ മിന്ന സ്സാലിഹൂന വമിന്നാ ദൂന ദാലിക് കുന്ന തറായിഖ ഖിദദ. ഈ ജിന്നുകൾ പറയുന്നു വഅന്നാ മിന്ന, ഞങ്ങളിലുണ്ട്, വഅന്നാ മിന്ന, ഞങ്ങളിലുണ്ട്, അസ്സാലിഹൂൻ, ആര്? സാലിഹുകളായ ആളുകൾ ഞങ്ങളിലുണ്ട്. വമിന്നാ ദൂന ദാലിക്, ഞങ്ങളിൽ അവരല്ലാത്തവരുമുണ്ട്. ദൂന ദാലിക് അതല്ല സാലിഹുകളല്ലാത്തവരുമുണ്ട്. കുന്ന, ഞങ്ങൾ ആണ്, തറായിഖ് എന്ന് പറഞ്ഞാൽ വിവിധ തരീഖുകളിലുള്ളവർ, പല വഴികളിലുള്ളവർ, പല കക്ഷികളാണ്. ഖിദദൻ എന്ന് പറഞ്ഞാൽ കുന്ന തറായിഖ ഖിദദൻ എന്നാൽ ഐ തറായിഖ് മുതഅദ്ദിദത്തുൻ മുഖ്തലിഫത്തുൻ വആറാഉൻ മുതഫർരിഖത്തുൻ, പല വിധത്തിലുള്ള കക്ഷികൾ, പാർട്ടികൾ. ഇതൊക്കെ മനുഷ്യരിലുള്ളതുപോലെ ആരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. മുഅ്മിനുണ്ട്, കാഫിറുണ്ട്, അഹ്ലു സുന്നത്തിൽപ്പെട്ടവനുണ്ട്, അഹ്ലുൽ ബിദ്അത്തിൽപ്പെട്ടവനുണ്ട്, എല്ലാം ആരിലുണ്ട്? ഈ ജിന്നു വർഗത്തിൽ ഉണ്ട് എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ സന്ദർഭത്തിൽ ഒരു താബിഈ ഉണ്ട്, അൽ-അഅമശ് സുലൈമാൻ ഇബ്നു മെഹ്റാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നു കസീർ അഅമശ് ഒരിക്കൽ പറഞ്ഞു, തറൂഹു ഇലൈന ജിന്നി, നമ്മുടെ അടുത്തേക്ക് വൈകുന്നേരം വരുന്ന ഒരു ജിന്നുണ്ടായിരുന്നു. സുലൈമാൻ ബിൻ മെഹ്റാൻ താബിഈയായ അഅമശ് പറയുക, ഫഖുൽതു ലഹു, അപ്പൊ ഞാൻ ഈ ജിന്നിനോട് ചോദിച്ചു, മാ അഹബ്ബു തആമി ഇലൈക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തആം, ഭക്ഷണം ഏതാണ്? ഫഖാല അൽ അറുസ്, അപ്പോ ഈ വന്ന ജിന്നു പറഞ്ഞു അറുസാണ്. എന്താണ് അറുസ്? റുസ് അരി എല്ലായിടത്തും എല്ലാ നാട്ടിലും ഒരുപോലെയല്ല, പലതും പല കോലത്തിലാണ്. ഖാൽ ഫഅതൈനാഹും ബിഹി, അപ്പൊ ഞാൻ അരി ഭക്ഷണം കൊണ്ടുവച്ചു. ഫജഅൽതു അറാ അല്ലുഖമ തുർഫ വല അറാ അഹദൻ, അതിൽ നിന്ന് ഇങ്ങനെ ഓരോ പിടി ഇങ്ങനെ ഉയർന്നതായി ഞാൻ കാണുന്നു, പക്ഷെ ആളെ കാണുന്നില്ല. അതിങ്ങനെ കുറഞ്ഞു പോകുന്നു, മുകളിലേക്ക് പോകുന്നു, പക്ഷെ ആളെ കാണുന്നില്ല. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, ഫീകും മിൻ ഹാദിഹിൽ അഹ്വാഇ അല്ലതി ഫീനാ, നമ്മള് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കാണുന്ന അഹ്ലുൽ അഹ്വാ ഉണ്ടല്ലോ, ബിദ്അത്തിന്റെ പല പല കക്ഷികൾ, അവരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഖാല നഅം, അപ്പോൾ ജിന്നി പറഞ്ഞു, ഈ വന്ന ജിന്നു പറഞ്ഞു, നഅം, അതെ ഉണ്ട്. അപ്പൊ ഇത് ഒരു മുസ്ലിമാണ്. ഖുൽതു ഫമർ റാഫിദതു ഫീകും, ഫഅമശ് ചോദിച്ചു, റാഫിദത്ത് ഉണ്ടാവില്ല, എല്ലാ കക്ഷി ഉണ്ടാവുമ്പോൾ ആരുണ്ടാവും? റാഫിദ, ഷിയാക്കൾ ഉണ്ടാവും. അവർ എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അവരിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഖാല, വന്ന ജിന്നു പറഞ്ഞു, ഷർറുന, നമ്മൾ ഏറ്റവും ഷർറ് ഏത് ടീമാണ്? അവരാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇബ്നു കസീർ ഈ കിട്ടിയ സംഭവത്തിന്റെ സനദ്, ഇത് താബിഈയായ സുലൈമാൻ ഇബ്നു മെഹ്റാനിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു സംഭവമാണ്. ഈ സനദ് ഇബ്നു കസീറിന്റെ ഷെയ്ഖുണ്ട്, ഉസ്താദ് മിസ്സി, അൽ ഹാഫിദുൽ മിസ്സി, വളരെ അറിയപ്പെട്ട മുഹദ്ദിസാണ്. ഹദീസിന്റെ സനദുകൾ വളരെ നന്നായി പഠിച്ച ഹാഫിദുൽ മിസ്സി വളരെ അറിയപ്പെട്ട ഒരു ഇമാമാണ്. മിസ്സിക്ക് ഈ സനദ് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഇസ്നാദുൻ സഹീഹുൻ ഇലൽ അഅമശ്,
അമശിലേക്ക് ഈ സനദ് വളരെ സ്ഥിരപ്പെട്ടതാണ്. ഇപ്പൊ ഞാനിത് അമല് ചെയ്യാനോ തെളിവ് പിടിക്കാനോ വേണ്ടി പറഞ്ഞ കാര്യമല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. ഇബ്നു കസീറിന്റെ തഫ്സീറിൽ വന്ന ഒരു കാര്യം, ഒരു ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രം. ഇതാരും അമല് ചെയ്യേണ്ട കാര്യമല്ല, നമുക്ക് അമല് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം എന്താ, ആരാണ് നമ്മളടുത്ത് വരിക നമുക്കറിയോ? ആരാണ് ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ അത് മുസ്ലിമാണോ കാഫിറാണോ എന്താണ് നമുക്കറിയില്ല. അപ്പൊ ഇത് നമുക്ക് അമല് ചെയ്യാൻ പറ്റിയ കാര്യവുമല്ല, നമുക്ക് അമല് ചെയ്യാൻ പറ്റിയ ഒരു കാര്യവുമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കരുത്, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. തഫ്സീറുള്ള ഒരു സംഭവം, ഒരു താബിഈക്കുണ്ടായ ഒരു അനുഭവം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലാണ് നമുക്ക് ദലീലായിട്ടുള്ളത്. നമുക്ക് ദലീൽ, അമൽ ചെയ്യാനുള്ള ദലീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവമാണ്. മാത്രമല്ല ശൈത്താൻ എന്നത് കദ്ദാബാണ്, പല കളവുകളും പറയും, പലതും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അതിന്റെ പിന്നാലെ പോകാനോ ചെളിവായിട്ടോ പറഞ്ഞതല്ല, മറിച്ച് ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു സംഭവം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. വല്ലാഹു അഅലം. وأنا ظننا أن لن نعجز الله في الأرض ولن نعجزه هربا. وأنا ظننا, ഞങ്ങൾ കരുതി, ഞങ്ങൾ വിചാരിച്ചു, അഥവാ ഞങ്ങൾ വിശ്വസിച്ചു. ലന്ന് ചില സന്ദർഭത്തിൽ യഖീനിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഊഹം എന്നാണ് പൊതുവെ അതിന്റെ അർത്ഥമെങ്കിലും അത് യഖീനിന്റെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഉറച്ച വിശ്വാസം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. വഅന്നാ ളനന്ന, ഞങ്ങൾ വിശ്വസിച്ചു, അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർദി, അല്ലൻ നുഅ്ജിസല്ലാഹ ഫിൽ അർദ്, അല്ലാഹുവിനെ ഞങ്ങൾക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന്. വലൻ നുഅ്ജിസഹു, ഞങ്ങൾക്ക് ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. ഹറബൻ, ഓടി രക്ഷപ്പെട്ട് തോൽപ്പിക്കാൻ കഴിയുകയില്ല. റബ്ബിനെ ഒരു നിലക്കും തോൽപ്പിക്കാൻ, അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, നഅലമു അന്ന ഖുദ്റത്തല്ലാഹി ഹാകിമത്തുൻ അലൈനാ, ഞങ്ങൾ അറിയുന്നു, ഇത് നമുക്കുള്ള പാഠമാണ് ഇവരുടെ ഈ ഖൈറായ വിശ്വാസം. നഅലമു, ഞങ്ങൾ അറിയുന്നു, അന്ന ഖുദ്റത്തല്ലാഹി ഹാകിമത്തുൻ അലൈനാ, അല്ലാഹുവിന്റെ ഖുദ്റത്ത് ഹാകിമത്തുൻ അലൈനാ, നമുക്ക് മുകളിൽ അതുണ്ട്, ഒരു സംശയവുമില്ല, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ സാധിക്കുകയില്ല. വഅന്നാ ലാ നുഅ്ജിസഹു ഫിൽ അർദ്, ഭൂമിയിൽ ഞങ്ങൾക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. വലൗ അംഅന്നാ ഫിൽ ഹർബ്, എത്ര ഞങ്ങൾ ഓടിയാലും ശരി. ഫഇന്നഹു അലൈനാ ഖാദിറുൻ, അവന് നമ്മെ പിടിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ലാ യുഅ്ജിസുഹു അഹദും മിന്നാ, ഞങ്ങളിൽ ഒരാൾക്കും അവനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾ ആലോചിച്ച് നോക്കണം, അവരെന്നാൽ പറക്കാൻ കഴിയുള്ളവരാണ് ജിന്നുകൾ, നമ്മക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, നമ്മക്കാൾ പല കഴിവും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹിന്റെ കഴിവിൽ നിന്ന്, അള്ളാഹിന്റെ കുദറത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകും? ഇല്ല. അള്ളാഹിന്റെ കുദറത്തിൽ നിന്ന്, അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാൻ ഒരാൾക്കും സാധിക്കല്ല, പിന്നല്ല മനുഷ്യന് സാധിക്കുക. അള്ളാഹുവിന്റെ ഖുദ്റ അത് നമുക്ക് മുകളിലുണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. അവൻ ഉദ്ദേശിച്ചാൽ നമുക്കുള്ള നിഅമത്തുകൾ മുഴുവൻ എടുത്തു കളയാൻ അവന് സാധിക്കും. അവനും ഉദ്ദേശിച്ചാൽ ബിൽഹാൽ, ഇതാ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അവന് സാധിക്കും. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികും അൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച്, സമാഇലുള്ളവൻ, എല്ലാത്തിനും മുകളിലുള്ളവൻ, ഭൂമിയിൽ നിങ്ങൾ ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അവൻ ആകാശത്ത് നിന്ന്, മുകളിൽ നിന്ന് നിങ്ങൾക്ക് നേരെ കല്ലിന്റെ മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അപ്പൊ ഇവർ പറയുകയാണ്, ഭൂമിയിൽ നമുക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, ഓടി നമുക്ക് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെന്തേ വഴിയുള്ളൂ? പിന്നെന്താണ് വഴി? അള്ളാഹുവിന്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടോടാൻ സാധിക്കുകയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ അബ്ദുകളാണ് നമ്മളെങ്കിൽ, അവന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുകയല്ലാതെ വേറെന്താണ് നമുക്ക്? ബുദ്ധിയുള്ളവൻ എന്താണ് വഴിയുള്ളത്? ഇല്ല, അവന്റെ കൽപ്പനക്ക് കീഴ്പ്പെടുക, അവന് മുസ്ലിം ആവുക എന്നതാണ് ഏറ്റവും ശരിയായ മാർഗം.
അവർ പറയുന്നു വഅന്നാ ലമ്മാ സമിഅ്നൽ ഹുദാ, എപ്പോഴാണോ ഹുദ നമ്മൾ കേട്ടത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ ഞങ്ങൾ എപ്പോൾ കേട്ടോ ആമന്നാ ബിഹ്, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു. ആ പ്രയോഗം കേട്ടപ്പോൾ വിശ്വസിച്ചു എന്നതാണ് സൂചിപ്പിക്കുന്നത്. വഅന്നാ ലമ്മാ സമിഅ്നൽ ഹുദാ, എപ്പോഴാണോ ഹുദ ഞങ്ങൾ കേട്ടത് ആമന്നാ ബിഹ്, അപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. സമയ്യുമിൻ ബിറബ്ബിഹി, ആരാണോ തന്റെ റബ്ബിൽ ഈമാനുള്ളവനായത്, തന്റെ റബ്ബിൽ വിശ്വസിച്ചത്, ഫലാ യഖാഫു, പിന്നെ അവന് പേടിക്കേണ്ടതില്ല, ബഖ്സൻ വലാ റഹഖ. ഒരു ബഖ്സ് എന്നാൽ കുറഞ്ഞു പോവുക, ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, അത് പേടിക്കേണ്ടതില്ല. വലാ റഹഖ, റഹഖൻ എന്നതിന് ഇസ്ം, പാപം എന്ന അർത്ഥമുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് ഈ സൂറത്തിൽ തന്നെ കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്ം, പാപം എന്ന അർത്ഥം അതിനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. മറ്റുള്ളവരുടെ പാപം നമുക്ക് ചാർത്തപ്പെടുമെന്നോ, നമ്മുടെ ഖൈർ, നമ്മൾ ചെയ്ത സാലിഹായ അമൽ കുറഞ്ഞു പോകുമെന്നോ, റബ്ബിൽ നിനക്ക് നല്ല ഈമാനുണ്ടോ, നീ പിന്നെ അത് പേടിക്കേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് റബ്ബിന് വേണ്ടി മാത്രം ചെയ്ത അമൽ അവൻ പാഴാക്കി കളയുകയില്ല. ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചത്, സബർ കൈക്കൊണ്ടത്, മുഹ്സിനിന്റെ അമൽ, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്ത അമൽ അള്ളാഹു പാഴാക്കി കളയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും, വളരെ ചെറുതാണെങ്കിലും ശരി. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. ആരാണോ ആഖിറത്ത് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി അമൽ ചെയ്യുകയും ചെയ്തത് മുഅ്മിനായിക്കൊണ്ട്, അള്ളാഹു ശുക്രോടെ അത് സ്വീകരിക്കും, അവൻ ഷാക്കിറാണ്, ഷക്കൂറാണ്. അള്ളാഹുവിന്റെ രണ്ട് പേരാണ് ഷാക്കിർ, ഷക്കൂർ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ചെയ്ത അമൽ അവൻ ശുക്രോടെ സ്വീകരിക്കും. സുബ്ഹാനഹു വ തആല. ഇത് ഈ ആയത്ത് എന്താണ്? വഅന്നാ ലമ്മാ സമിഅ്നൽ ഹുദാ, ഞങ്ങൾ ഹുദ കേട്ടപ്പോൾ ആമന്നാ ബിഹ്, ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, എന്താണ് ഈ ജിന്നുകൾ അവർ പറയുന്നത് യഫ്തഖിറൂന ബിദാലിക്, അതവർ അഭിമാനത്തോടെ പറയുകയാണ്. ഏത്? ഹുദ കേട്ടപ്പോൾ സ്വീകരിച്ചു എന്നത് അവർ അഭിമാനത്തോടെ പറയുന്നു. വഹുവ മഫ്ഖറുൽ ലഹും, അത് അഭിമാനിക്കാൻ വകയുള്ള കാര്യം തന്നെയാണ്. ഏത്? ഹുദ കേട്ടാൽ അത് വിശ്വസിച്ചു, ഈമാൻ ഉണ്ടായി എന്നത് അഭിമാനിക്കാൻ വകയുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ ഉള്ളതിൽ തന്നെയാണ് അവർ അഭിമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഫലാ യഖാഫു, പിന്നെ അവൻ പേടിക്കേണ്ടതില്ല, ബഖ്സ വലാ റഹഖ. ബഖ്സ് എന്നാൽ ഖൈറായ അമൽ, അവനവൻ ചെയ്തത് കുറഞ്ഞു പോകുമെന്ന്. റഹഖൻ എന്നാൽ മറ്റുള്ളവരുടെ പാപം ചാർത്തപ്പെടുമെന്ന്, രണ്ടും പേടിക്കേണ്ടതില്ല. എന്നിട്ട് അവർ പറഞ്ഞു വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റശദാ. വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റശദാ. വഅന്നാ മിന്ന, ഞങ്ങളിലുണ്ട്, അൽ മുസ്ലിമൂൻ, ആരുണ്ട്? മുസ്ലിമീങ്ങളുണ്ട്. വമിന്ന അൽ ഖാസിതൂൻ, ഞങ്ങളിൽ ഖാസിതൂനുമുണ്ട്. ആരാണ് ഖാസിത്? ഖാസിത് എന്നാൽ അൽ ജാഇറു അനിൽ ഹഖി അന്നാകിബു അൻഹു, ഹഖിൽ നിന്ന് തെറ്റിപ്പോയവൻ, ഹഖ് സ്വീകരിക്കാതെ അതിനോട് അക്രമം കാണിച്ചവൻ, അവനാണ് എന്ത് പറയുക? ഖാസിത്. എന്നാൽ മുഖ്സിത് എന്നത് നല്ല പ്രയോഗമാണ്. ഖാസിത് എന്നത് മോശമാണ്, മുഖ്സിത് എന്നത് നല്ല പ്രയോഗമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു ആരെ ഇഷ്ടപ്പെടുന്നു? മുഖ്സിത്തിനെ ഇഷ്ടപ്പെടുന്നു. മുഖ്സിത്ത് എന്നാൽ നീതി പാലിക്കുന്നവൻ എന്നാണ്. ഖാസിത്ത് എന്ന് പറഞ്ഞാലോ ളാലിം എന്നാണ് അതിന്റെ അർത്ഥം. ബിഖിലാഫിൽ മുഖ്സിത്ത്, ഇബ്നു കസീർ പറയുന്നു ഖാസിത്ത് അല്ല മുഖ്സിത്ത്, ഫഇന്നഹുൽ ആദിൽ. മുഖ്സിത്തിന്റെ അർത്ഥം എന്താണ്? ആദിൽ, നീതിയുള്ളവൻ. അപ്പൊ ഞങ്ങളിൽ മുസ്ലിമീങ്ങളുമുണ്ട്, മുഖ്സിത്തുകളുമുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമാണ് ആദിൽ. ഇസ്ലാം അല്ലാത്തതെല്ലാം ദുൽമാണ്, അക്രമമാണ്. ഇസ്ലാം അല്ലാത്തതെല്ലാം ദുൽമാണ്, അക്രമമാണ്. കാരണം റബ്ബിന്റെ ദീൻ സ്വീകരിക്കലാണ് ക്രമം. റബ്ബിന്റെ ദീൻ അല്ലാത്തത് സ്വീകരിക്കുക എന്നുള്ളത് അക്രമമാണ്. ഒന്ന് അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കലാണ് ദുൽം. ഏറ്റവും വലിയ ദുൽമാൻ കുഫർ, ശിർക്ക്, അള്ളാഹുവിന്റെ ദീൻ അല്ലാത്തത് സ്വീകരിക്കുക എന്നത്. ഫമൻ അസ്ലമ, ആരാണോ മുസ്ലിമായത്, അഥവാ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചത്. അള്ളാഹു മനുഷ്യർക്ക്
മനുഷ്യരെ പഠിച്ചത് റബ്ബാണെങ്കിൽ അവരുടെ ദീൻ തീരുമാനിച്ചതും റബ്ബാണ്. അവർക്ക് തോന്നിയത് ദീൻ സ്വീകരിക്കാൻ മനുഷ്യന് അവകാശമില്ല. എങ്ങനെ അവൻ അവകാശപ്പെടാനാണ്? അവകാശമുണ്ടാകാൻ? റബ്ബാണ് അവനെ പഠിച്ചത്. റബ്ബ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. റബ്ബ് ഉദ്ദേശിച്ചാൽ അവൻ മരിക്കും. റബ്ബിൻ്റെതാണ് സ്വർഗവും നരകവും. എന്നിട്ട് നീ റബ്ബിന്റെ ദീൻ സ്വീകരിക്കാതെ നിനക്കെങ്ങനെ സ്വർഗത്തിൽ പോകാൻ സാധിക്കും? ഇല്ല. റബ്ബിന്റെ ദീൻ ഇസ്ലാം മാത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു നമ്മെ പഠിച്ചത് തന്നെ അവന്റെ അബ്ദുകളാകാൻ വേണ്ടിയാണ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അതെങ്ങനെ സാധിക്കുള്ളൂ? അവന്റെ ദീൻ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫമൻ അസ്ലമ, ആരാണോ മുസ്ലിമായത്, ഫഉലൈക, അക്കൂട്ടർ, തഹറൗ റശദാ, അവർ റഷദ് തേടിയിരിക്കുന്നു. റഷദ് എന്നാൽ ഏറ്റവും നേരായ മാർഗത്തിന്റെ പിന്നാലെയാണ് അവർ പോയിട്ടുള്ളത്. ഇസ്ലാം സ്വീകരിച്ചവൻ ഏറ്റവും ഖൈറായ അവന്റെ രക്ഷാമാർഗത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഐ തലബൂ ലിഅൻഫുസിഹിമുൻ നജാത. ഇബ്നു കസീർ പറയുന്നു, ഇസ്ലാം സ്വീകരിച്ചവർ സ്വന്തത്തിനു വേണ്ടി തേടിയിട്ടുള്ളത്, സ്വന്തത്തിനു വേണ്ടി അന്വേഷിച്ചു പോയിട്ടുള്ളത്, പിന്നാലെ പോയിട്ടുള്ളത് എന്തിന്റെ പിന്നാലെയാണ്? നജാത്തിന്റെ രക്ഷയുടെ പിന്നാലെയാണ് പോയിട്ടുള്ളത്. അതിന് മനസ്സിലാക്കാം, ഇസ്ലാം അല്ലാത്തത്, ഒരുവൻ ഇസ്ലാം അല്ലാത്തതിന്റെ പിന്നാലെ പോയാൽ അവൻ ഖുസ്റിന്റെ പിന്നാലെയാണ് പോയിട്ടുള്ളത്. നഷ്ടമാണ് അവന് വരിക. പരലോകം അവന് നഷ്ടപ്പെടും. പരലോകം അവന് നഷ്ടപ്പെടും. ഈ ലോകം ഇത് നശിക്കാനുള്ളതാണ്. ഈ ലോകത്തെ പളപളപ്പും ഈ ലോകത്തെ സംഭവങ്ങളും ഒക്കെ നമ്മെ വഞ്ചിക്കുന്നതാണ്. നമുക്ക് തോന്നും ഇതല്ലാത്തൊരു ലോകം ഉണ്ടാകാനോ? എങ്ങനെ ശരിയാകാനോ? ഇവിടുത്തെ വിജയവും ഇവിടുത്തെ പരാജയവും ഒക്കെ നമ്മെ വഞ്ചിച്ചു കളയും. ദുനിയാവ് വഞ്ചിക്കുന്നതാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ദുനിയാവ് വഞ്ചിക്കുന്നതാണ്, അത് തീർന്നു പോകുന്നതാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ. ആഖിറത്തിനെ വെച്ച് നോക്കിയാൽ ഈ ദുനിയാവ് ഒരു മതാ, ഒരു വളരെ കുറച്ചു കാലം മാത്രം ആസ്വദിക്കാനുള്ള ഒരു വിഭവം മാത്രമാണ്, തീർന്നു പോകുന്നതാണ്. പക്ഷെ ഇത് ദാറു അമലാണ്, അമലിന്റെ ലോകം ഇതാണ്. ഇവിടുന്ന് പോയാൽ പിന്നെ അമലില്ല, ഇവിടുന്ന് പോയാൽ പിന്നെ അമലില്ല. മലക്കുൽ മൗത്തിനെ നേരിട്ട് കണ്ടാൽ പിന്നെ അമൽ ചെയ്യലില്ല, പിന്നെ അമൽ ചെയ്യാൻ കഴിയില്ല. അവിടെ കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. പരലോകത്തെത്തിയാൽ അവന് മനസ്സിലാവും ആ ഖദ്ദമ വഅഖർ, എന്താണ് അവൻ നേരത്തെ ചെയ്തു വെച്ചത്, എന്താണ് നീക്കി വെച്ചത്, ചെയ്യാൻ ബാക്കി വെച്ചത് എന്നവന് വ്യക്തമാവും. കാരണം ഇനി എന്തില്ല, ചെയ്യാൻ കഴിയില്ല. അപ്പൊ ചെയ്തതും ചെയ്യാതിരുന്നതും വ്യക്തമാകും. ഈ ലോകത്തെ നമുക്കത് വ്യക്തമല്ല, കാരണം കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് വേഗം വേഗം അള്ളാഹു കൽപ്പിച്ചതിലേക്ക് നമ്മൾ പോവുക. അള്ളാഹു വിരോധിച്ചത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒഴിവാക്കുക. വഫഖനില്ലാഹു വയ്യാക്കും. വഅമ്മൽ ഖാസിതൂൻ, എന്നാൽ ഖാസിത്തുകൾ അഥവാ ളാലിമുകൾ, ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ചവർ, ഫകാനൂ ലിജഹന്നമ ഹതബാ. നഊദു ബില്ലാഹി മിൻ ജഹന്നം. അല്ലാഹു പറയുന്നു, വഅന്നാ മിന്നൽ മുസ്ലിമൂന വമിന്നൽ ഖാസിതൂൻ ഫമൻ അസ്ലമ ഫഉലൈക തഹറൗ റശദാ വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹതബാ. വഅമ്മൽ ഖാസിതൂൻ, എന്നാൽ ഖാസിത്തുകൾ അഥവാ ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ച അക്രമികൾ, ഫകാനു, അവരായിത്തീർന്നിരിക്കുന്നു ലി ജഹന്നമ, ജഹന്നമിന്റെ ഹതബ്, ഹതബ് വിറക്, ഹമ്മാലത്തുൽ ഹതബ് കേട്ടിട്ടില്ലേ? ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമക്കുന്ന അവന്റെ ഭാര്യയും, അഥവാ അബൂലഹബിന്റെ ഭാര്യയായ സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പല തഫ്സീറുകൾ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ആ സൂറത്തിന്റെ തഫ്സീർ അത് വിശദീകരിച്ചിട്ടുണ്ട്. വമൽ ഖാസിതൂൻ, ഖാസിത്തുകൾ, ഫകാനൂ ലിജഹന്നമ ഹതബാ, നരകത്തിന്റെ വിറകുകളാണ് അവർ. നരകത്തിന്റെ പ്രത്യേകത വഖൂദുഹന്നാസ് വൽ ഹിജാറ, അത് കത്തിക്കാനുള്ള വഖൂദ്, അതിന്റെ ഇന്ധനമാണെന്ത്? അന്നാസ്, മനുഷ്യരും, അതുപോലെ കല്ലുകളും. കല്ല് ദുനിയാവിൽ കത്തുകയില്ല. ദുനിയാവിൽ കല്ലെന്തിനാ ഉപയോഗിക്കുക? അടുപ്പ് കല്ല് വെച്ചിട്ടാണ് അടുപ്പ് കൂട്ടുക. കല്ല് കത്തിപ്പോയാൽ പിന്നെ അടുപ്പുണ്ടാവോ? ഇല്ല. അതുകൊണ്ടാണ് കല്ല് വെക്കുന്നത്. അള്ളാഹു നരകത്തെ കുറിച്ച് പറഞ്ഞത് നോക്കൂ, വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകൾ കത്തിക്കപ്പെടുന്ന ചൂടുള്ള തീയാണത്. വഖൂദുഹന്നാസു വൽ ഹിജാറ തുസഅറു ബിഹിം, അവരെ കൊണ്ടാണ് തീ കത്തുന്നത്. നരകത്തിലെ ഇന്ധനം അവരാണ്. അവരെ കൊണ്ട് അത് ആളി കത്തും.
അതിലെ തീയാകട്ടെ നഊദു ബില്ലാഹ് അത് ഖൽബിലേക്ക് തുളച്ചു കയറുന്ന തീയാണ്. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, ഫുആദിലേക്ക് ഖൽബിലേക്ക് തുളച്ചു കയറുന്ന തീയാണ് നരകത്തിലെ തീ. ഇന്നഹ അലൈഹിം മുഅസദ ഫി അമദിൻ മുമദ്ദദ, ബന്ധിക്കപ്പെട്ടിരിക്കും അവർ തൂണുകൾ കൊണ്ട്, കടുത്ത തൂണുകൾ കൊണ്ട്, തീയിന്റെ തൂണുകൾ കൊണ്ട്. അല്ലാഹു അലം അതിന്റെ രൂപം എന്താണ്? മാറിപ്പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിന്റെ വിറകുകളായിരിക്കും ഖാസിത്തുകൾ, ഇസ്ലാം അല്ലാത്തത് സ്വീകരിച്ച ആളുകൾ. നഊദു ബില്ലാഹ്. എന്നിട്ട് അല്ലാഹു പറയുന്നു വഅല്ലൗ ഇസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. വഅല്ലൗ ഇസ്തഖാമു എന്നാണ് കൂട്ടി നോക്കുമ്പോൾ വഅല്ലൗ ഇസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ ലിനഫ്തിനഹും ഫീഹി വമൻ യുഅ്റിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുക്ഹു അദാബൻ സഅദാ. വഅല്ലൗ ഇസ്തഖാമു, അവർ നേരെ നിന്നിരുന്നുവെങ്കിൽ, അല ത്വരീഖ ആ മാർഗത്തിൽ അവർ നേരെ നിന്നിരുന്നുവെങ്കിൽ ലഅസ്ഖൈനാഹും നാം അവരെ കുടിപ്പിക്കുമായിരുന്നു. മാഅൻ ഗദഖ, മാഅൻ ഗദഖൻ എന്നാൽ മാഅൻ കസീറൻ, ധാരാളം വെള്ളം ഞാൻ അവർക്ക് കുടിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറ. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, തൗബ ചെയ്യൂ. നിങ്ങൾ എന്താണ് അവൻ ചെയ്യുക? യുർസിലു സ്സമാഅ അലൈക്കും മിദ്റാറ, അള്ളാഹു സമൃദ്ധമായി മുകളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. അള്ളാഹുവിന്റെ ദീനിൽ ഒരാൾ ഉറച്ചു നിന്നാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ അള്ളാഹു റിസ്ക് വാസിയാക്കി കൊടുക്കും എന്നാണ്. അള്ളാഹു അവനെ റിസ്ക് വിശാലമാക്കി കൊടുക്കും. തഖ്വ റിസ്കിനുള്ള മാർഗമാണ്, ഇബാദ റിസ്കിനുള്ള മാർഗമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. തൊട്ടടുത്ത മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നാം അവരെ പഠിച്ചിട്ടില്ല ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അവരിൽ നിന്ന് ഞാൻ റിസ്ക് ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് അവർ ഭക്ഷണം തരണമെന്നും ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു ആണ് റസ്സാഖ്, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വ എല്ലാ ഖുവ്വത്തും ശക്തിയുമുള്ളവൻ. അൽ മതീൻ അതീവ ബലവത്തായവൻ, കരുത്തൻ റബ്ബാൻ, ഏറ്റവും കരുത്തുള്ളത് റബ്ബിനാണ്. അല്ലാഹു റിസ്ക് നൽകും. ഇബാദത്തിന് ഒരാൾ അള്ളാഹുവിനെ വേണ്ടതുപോലെ ഒരാൾ ഇബാദത്ത് ചെയ്താൽ റബ്ബ് അവന് റിസ്ക് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തഫറഖ് ലിഇബാദതി അംല ഖൽബക ഗിനൻ. നീ എനിക്ക് വേണ്ടി എന്റെ ഇബാദത്തിന് നീ ഒഴിഞ്ഞിരിക്കൂ, നിന്റെ ഖൽബ് നാം ഗിന നിറക്കും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ താല്പര്യവും അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഖിറത്തായിരുന്നാൽ അള്ളാഹു അവന് സമ്പന്നത കൊടുക്കും. എന്നാൽ ഒരാളുടെ ലക്ഷ്യം എന്തായി മാറിയാൽ ദുനിയാവായിരുന്നാൽ അള്ളാഹു അവന്റെ ഫഖർ, അവന്റെ ദാരിദ്ര്യം അവന്റെ കൺമുന്നിൽ കൊടുക്കും. മുന്നിൽ എപ്പോഴും എന്താ ഫഖറായിരിക്കും, പൈസക്കാരനായിരിക്കും. പക്ഷെ കണ്ണി കാണുന്ന എപ്പോഴും എന്തായിരിക്കും? ദാരിദ്ര്യമായിരിക്കും. കണ്ണി കാണുന്നത് എന്താണ്? ദാരിദ്ര്യം. അത് വരുമെന്ന് പേടിച്ചിട്ടാണ് ഉണ്ടാക്കി അവൻ ഉണ്ടാക്കിയതിൽ അവൻ മര്യാദക്കൊന്നും കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. അവൻ ഉണ്ടാക്കിയതിൽ അവൻ മര്യാദക്കൊന്നും അത് ആസ്വദിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? അത് ആസ്വദിക്കാൻ നേരമില്ല, അടുത്തുണ്ടാക്കാനുള്ള നേരമുള്ളൂ. അടുത്തുണ്ടാക്കാനുള്ള നേരാണ്. എന്നിട്ട് അടുത്ത അവകാശിക്ക് വേണ്ടി അത് വെച്ചിട്ട് ഇവൻ മരിച്ചു പോകും. അവകാശം ഇതേ പണിയാണ് ചെയ്യുന്നത്. മറ്റവനും അങ്ങനെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതല്ലാതെ നമുക്ക് കിട്ടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന്റെ സബബുകൾ, മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ ശരീരം കൊണ്ട് ചെയ്യുക, ഖൽബ് അല്ലാഹുവിൽ തഅല്ലുഖാക്കുക, അതാണ് തവക്കുൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തവക്കുൽ എന്താണ്? നീ അസ്ബാബ്, നിനക്ക് റിസ്ക് കിട്ടാനുള്ള മാർഗം നിന്റെ ശരീരം കൊണ്ട് മാത്രം ചെയ്യാം. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് നിന്റെ ശരീരം കൊണ്ട് മാത്രം നീ ചെയ്യുക. ഖൽബ് അതിൽ കൊടുക്കരുത്. ഖൽബ് റബ്ബുമായി തഅല്ലുഖായി കൊള്ളട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. തീർന്നു പോകാനുള്ളതാണ് ഈ ദുനിയാവ്. ഇത് തീർന്നു പോകാനുള്ളതാണ്. ഇവിടെ നമ്മൾ മരിച്ചു പോകും. സുബ്ഹാനല്ലാഹ്. കഫാ ബിൽ മൗതി വഅഇളാ. ഉപദേശകനായി
വഅള് പറയുന്നവനായി ആര് തന്നെ ധാരാളമാണ്? മൗത്ത് തന്നെ ധാരാളമാണ്. മൗത്ത് ധാരാളമാണ്. മൗത്തിനെ കുറിച്ച് ബുദ്ധിയുള്ള ഒരാൾ ചിന്തിച്ചാൽ അവന് മനസ്സിലാകും എത്ര നിസാരമാണ് എൻ്റെ അധ്വാനം, അല്ല എത്ര നിസാരമായതിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഇത് ഇബാദത്തുകൾക്ക് തടസ്സമായി ഒരാൾ അവന്റെ ദുനിയാവ് പോവുകയാണെങ്കിൽ വലിയ അപകടത്തിലാണ് അവനുള്ളത്, വലിയ നഷ്ടത്തിലാണ് അവനുള്ളത്, വലിയ നഷ്ടത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ ദീനിൽ അതിന്റെ അവൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കൂടി അറിയില്ല. കാരണം എന്താ? നേരില്ല, ദുനിയാവിന്റെ പിന്നാലെയാണ്. അതുപോലെ അവനറിയില്ല എങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം എന്നവനറിയില്ല. അങ്ങനെയുള്ളവർ വലിയ നഷ്ടത്തിലാണുള്ളത്. അപ്പോ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിന്നാൽ അവൻ റിസ്ക് വാസിയാക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. പക്ഷേ പരീക്ഷണത്തിന്റെ അവസാനം എന്താണ്? തമക്കുനാണ്. പരീക്ഷണത്തിന്റെ അവസാനം തമക്കുനാണ്, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞില്ലേ, വവജദക ആയിലൻ ഫഅഗ്ന, ഞാൻ നിന്നെ ആയിലായി കണ്ടു. അവൻ നിന്നെ ആയിലായി അഥവാ ദരിദ്രനായി കണ്ടു. ഫഅഗ്ന, എന്നിട്ട് അവൻ നിനക്ക് ഗിന നൽകി. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, പക്ഷെ അവസാനം ഖൈറായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ അവർ ദാരിദ്ര്യം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ അവസാന കാലത്ത്, പ്രത്യേകിച്ച് ഖൈബർ വിജയിച്ചതിന് ശേഷം അവർക്കെല്ലാം അള്ളാഹു അതിവിശാലമായ സമ്പത്ത് നൽകുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തിന് വേണ്ടി 1 വർഷത്തേക്കുള്ളത് നീക്കിവെച്ചു. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അതിനു മുമ്പേ തീർന്നു പോകാറുണ്ടായിരുന്നു. അതെന്തിനാണ്? വാസിയായി അവിടുന്ന് സദഖ കൊടുത്തിട്ടാണ്, വളരെ വിശാലമായി അവിടുന്ന് സദഖ കൊടുത്തിട്ടാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദർ അതറ ഉഹുദ, ഉഹുദ് കാണുന്നില്ലേ? അബൂദർ ഉഹുദിലേക്ക് നോക്കി. അബൂദർ വിചാരിച്ചു എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ആവശ്യത്തിന് ഉഹുദിലേക്ക് അയക്കാൻ പോവുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂദറെ, ഉഹുദ് മുഴുവൻ, ഉഹുദിനോളം സ്വർണം എനിക്കുണ്ടാവുകയും എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന എന്താണ്? 3 ദിവസം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അതിൽ നിന്നൊരു ദീനാർ പോലും ബാക്കിയില്ലാതിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇല്ല അൻ അഫ്അല ഫീഹി ഹാകദ വഹാകദ വഹാകദ, മുന്നിലും വലത്തും ഇടത്തും പിന്നിലും ഒക്കെ ഞാനത് ദാനം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇല്ലാ ദീനാറൻ അർസുദുഹു ലിദൈനിൻ, എന്റെ കടം വീട്ടാൻ 1 ദീനാറും ആക്കി വെക്കാൻ മാത്രം, ബാക്കിയൊക്കെ ദാനം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അത് റസൂലുള്ളാഹിന്റെ വിശാലമായ ദാനമാണ്. അങ്ങനെ ദാനം ചെയ്യാം, പക്ഷെ അതിന് ചില പരിധികളുണ്ട്. അത് ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരാൾ അവന്റെ ഉടുക്കാനില്ലാത്ത രൂപത്തിൽ അവൻ ദാനം ചെയ്യാൻ പാടില്ല. പിന്നെ ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ ദാനം ചെയ്യരുത്. മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുന്ന രൂപത്തിൽ എന്താക്കരുത്? ദാനം ചെയ്യരുത്. അവനോ അവന്റെ കുടുംബമോ അങ്ങനെ ദാനം ചെയ്യരുത്. അപ്പോൾ ചില സംശയങ്ങളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞല്ലോ, എന്താണ് ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് ബാക്കി വെച്ചത്. അതിന് പല വ്യാഖ്യാനങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ഒരു വ്യാഖ്യാന പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് നാണയം, ആ സമ്പത്തുണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ വീട് ഇവിടെ ബാക്കിയുണ്ട്, അവിടത്തേക്ക് ഭൂമി ഉണ്ടെങ്കിൽ അത് ബാക്കിയുണ്ട്, ഈത്തപ്പഴ മരങ്ങളുള്ള ഭൂമി ഉണ്ടെങ്കിൽ അത് ബാക്കിയുണ്ട്, അവിടുത്തെ കുടുംബത്തിന് വേണ്ടത് ബാക്കിയുണ്ട്. എന്നാൽ കയ്യിലുള്ള മാത്രമല്ല, അധ്വാനിക്കാൻ ഇനിയും ശരീരം, ആരോഗ്യം ബാക്കിയുണ്ട്. മനസ്സിലായോ? അപ്പോ മുഴുവൻ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് ഏറെ പ്രോത്സാഹിപ്പിച്ചതാണ് സദഖ. പറഞ്ഞു വന്നത് സമ്പത്ത് എന്നാൽ, ദാരിദ്ര്യം എന്നാൽ നമ്മൾ ഒരിക്കലും അതിനെ പേടിക്കരുത്. ദാരിദ്ര്യത്തെക്കുറിച്ച് പേടിപ്പിക്കുന്നത് ശൈത്താനാണ്. അള്ളാഹു ദാരിദ്ര്യത്തെ പേടിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ. അള്ളാഹു പറഞ്ഞു, അശ്ശൈത്താനു യഇദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ, ശൈത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു, അത് ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് വയഅമുറുകും ബിൽ ഫഹ്ശാ, മോശമായത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫദ്ലാ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ മഗ്ഫിറത്തും അവന്റെ ഫദ്ലുമാണ്, അവന്റെ ഔദാര്യവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് സദഖയുടെ കാര്യം പറയുമ്പോൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന
സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ വദീനാറുൻ തസദ്ദഖ്തഹു ബിഹി അലാ മിസ്കീൻ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക് അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ യുദ്ധത്തിനു വേണ്ടി, ഇസ്ലാമിക യുദ്ധത്തിനു വേണ്ടി നീ ഒരു ദീനാർ ദാനം ചെയ്തു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരടിമ മോചനത്തിന് നീ ഒരു ദീനാർ ദാനം ചെയ്തു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ, നീ ഒരു മിസ്കീനിന് വേണ്ടി ഒരു ദീനാർ ദാനം ചെയ്തു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന്, നിന്റെ ചെലവിന് കീഴിലുള്ളവർക്ക് വേണ്ടി, അവരുടെ കാര്യത്തിന് നീ ഒരു ദീനാർ ചെലവഴിച്ചു. അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക്, ഏറ്റവും മഹത്തായ പ്രതിഫലം നീ നിന്റെ കുടുംബത്തിന് ചെലവഴിച്ച ഒരു ദീനാറിന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അജ്ർ നമ്മൾ ഏത് കാര്യത്തിലും പ്രതീക്ഷിക്കുക. وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا وأن لو استقاموا على الطريقة അവർ ഈ തരീഖത്തിൽ ഉറച്ചു നിന്നാൽ لأسقيناهم നാം അവർക്ക് കുടിപ്പിക്കും മാഅ ഗദഖ. ഗദഖൻ എന്നാൽ കസീറൻ, ഒരുപാട് വെള്ളം നാം അവരെ കുടിപ്പിക്കും. ഇവിടെ ഈ തരീഖ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇസ്ലാമാണ്. അതിന് ചില തഫ്സീറുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശരിയായത് നമുക്ക് മനസ്സിലാകുന്നത് വല്ലാഹു അലം ഇതാണ്. ലിനഫ്തിനഹും ഫീഹ്, എന്തിനു വേണ്ടി? ലിനഫ്തിനഹും ഫീഹ്, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഇവിടെ ധാരാളം വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്, വെള്ളം എന്നത് റിസ്കിനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. റിസ്ക് നൽകും എന്ന ഉദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഏതുപോലെ അള്ളാഹു സൂറത്തുൽ അറാഫിൽ പറഞ്ഞു, വലൗ അന്നഹും, സൂറത്തുൽ മാഇദയിൽ വലൗ അന്നഹും അഖാമു التوراة والإنجيل وما أنزل إليهم من ربهم لأكلوا من فوقهم ومن تحت أرجلهم. അവരെങ്ങാനും അഥവാ അഹ്ലുൽ കിതാബ് അവരെങ്ങാനും തൗറാത്ത് നടപ്പിലാക്കുകയും ഇൻജീൽ നടപ്പിലാക്കുകയും വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് അവതീർണമായ ഈ ഖുർആൻ നടപ്പിലാക്കുകയും ചെയ്താൽ ലഅകലൂ മിൻ ഫൗഖിഹിം, അവർ മുകൾ ഭാഗത്ത് നിന്ന് തിന്നും. വമിൻ തഹ്തി അർജുലിഹിം, താഴ്ഭാഗത്ത് നിന്ന് തിന്നും. എന്ന് പറഞ്ഞാൽ അത്രയും അള്ളാഹു ബറക്കത്ത് നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ ദീൻ ഒരുപാട് ആളുകൾ നടപ്പിലാക്കിയാൽ അള്ളാഹു അവർക്ക് റിസ്ഖിൽ സഅത്ത് നൽകും മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലത്ത് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരകിടിൽ നിന്ന് ഒരുപാട് പേർക്ക് കുടിക്കാം, ഒരു റുമ്മാനിന്റെ തോല് കൊണ്ട് തണൽ കൊള്ളാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കാര്യങ്ങൾ മാറും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കും, ലോകം മുഴുവൻ ഹുദൂദുകൾ നടപ്പിലാക്കും. അപ്പൊ ബർക്കത്തുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഒരു അള്ളാഹുവിന്റെ ഒരു ഹദ് നടപ്പിലാക്കാനാണ് 40 ദിവസം ഭൂമിയിൽ മഴ പെയ്യുന്നതിനേക്കാളും നല്ലത്. അള്ളാഹു ഒരു കുറ്റകൃത്യത്തിന് അള്ളാഹു പറഞ്ഞ ശിക്ഷ ഉണ്ടല്ലോ, അതൊരു സ്ഥലത്ത് നടപ്പിലാക്കപ്പെടുന്നതാണ് 40 ദിവസം അവിടെ മഴ പെയ്യുന്നതിനേക്കാളും നല്ലത്. എന്താണ് കാരണം? ഹദ് നടപ്പിലാക്കിയാൽ ജനങ്ങൾ പേടിച്ച് പാപത്തിൽ നിന്ന് മാറി നിൽക്കും. ജനങ്ങളുടെ പാപങ്ങളാണ് ക്ഷാമത്തിന് കാരണം, ഇസ്തിഗ്ഫാറാണ് മഴക്കുള്ള കാരണം. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا, സമൃദ്ധമായി അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുകും ബിഅംവാലി വബനീൻ, സമ്പത്തും മക്കളെയും നൽകി അള്ളാഹു നിങ്ങളെ സഹായിക്കും, ശക്തിപ്പെടുത്തും. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറ, അള്ളാഹു നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും ഏർപ്പെടുത്തി തരും. അപ്പോൾ ഇത് തഖ്വക്ക് അള്ളാഹു ഈ ലോകത്ത് തന്നെ നൽകുന്ന അജ്റാണ്. എന്നാൽ നമുക്കറിയാം, തെറ്റ് ചെയ്യുന്ന ആളുകൾ, അതിൽ മുഴുകിയിട്ടുള്ള ആളുകളെ ചില സമയത്ത് അള്ളാഹു റിസ്ക് ധാരാളം നൽകി പരീക്ഷിക്കുകയും ചെയ്യും. അത് വളരെ കടുത്ത അപകടമാണ്. കാരണം അവർ അതിൽ തന്നെ മുഴുകാൻ അത് കാരണമായിരിക്കും. ലിനഫ്തിനഹും ഫീഹ്, അവരെ നാം അതിൽ പരീക്ഷിക്കുവാൻ വേണ്ടി. വമൻ യുഅ്രിദ് അൻ ദിക്രി റബ്ബിഹി, ആരാണോ തന്റെ റബ്ബിന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞത്, യസ്ലുക്കുഹു, അവൻ സ്വീകരിക്കും, അവനെ അള്ളാഹു ആക്കി തീർക്കും അദാബൻ സഅദ, ഏത് സഅദായ അദാബിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. സഅദൻ എന്ന് പറഞ്ഞാൽ ഐ മശഖ്ഖതൻ ലാ റാഹത മഅഹാ, ഒരിക്കലും വിശ്രമമില്ലാത്ത പ്രയാസം. ദുനിയാവിൽ ഏത് മശഖത്തിനും ഒരു
ആശ്വാസം അതിൻ്റെ അവസാനം ഉണ്ടാവും, തീർന്നാൽ. എന്നാൽ നരകത്തിലെ പ്രയാസത്തിനാകട്ടെ അതിനൊരു റാഹത്ത് ഇല്ല തന്നെ. നഊദു ബില്ലാഹ്. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.